ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മനസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3 രീതിയിലുള്ള മനസ്സുകളെ കുറിച്ചാണ്, 3 ഘട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന് നമ്മുടെ ബോധ മനസ്സാണ്. ബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ യാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടറിയുക, കേട്ടറിയുക, അതുപോലെ തന്നെ തൊട്ടറിയുക, അതുപോലെ രുചിച്ചറിയുക, അതുപോലെ പല രീതി നമ്മൾ വായനയിലൂടെ കിട്ടുന്ന അറിവ്, ഇങ്ങനെ പല രീതിയിലുള്ള അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് വരുന്നത്, ബോധമനസ്സ്. ഈ ബോധമനസ്സിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവബോധ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യാറില്ല. അവബോധ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും മനസ്സിനെ ഒരു നല്ല നേരത്തെ ഒരു ഗ്ലാസ് പോലെ, ഗ്ലാസ്സിലൊരു നിറച്ച് വെള്ളം എടുത്താൽ, അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തെ നമുക്ക് സങ്കല്പിക്കാം. നമ്മുടെ മനസ്സ് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ജനിക്കുമ്പോൾ, ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരുവിധ കളങ്കവുമില്ലാത്ത, ആരോടും ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത, വളരെ തനിച്ച നേർമയുള്ള ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെ ശുദ്ധമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിലേക്കാണ് നമ്മൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് നിറയ്ക്കുന്നത്. ഒന്ന് ഭയം വന്ന് നിറയുന്നതും ഈ ഗ്ലാസ്സിലാണ്, അതായത് ഈ മനസ്സിലാണ്. അതുപോലെ ആരെങ്കിലും നമ്മളെ പ്രയാസപ്പെടുത്തിയാൽ, നല്ല രീതിയിൽ നമ്മളെ ഹർട്ട് ചെയ്താൽ, അത് വന്നും ഈ ഗ്ലാസിൻ്റെ അടിത്തട്ടിലേക്ക് വന്ന് നിറയും. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കല്ലുകൾ ഇടും പോലെയാണ്. കല്ലിട്ട് കഴിഞ്ഞാൽ അത് നേരെ ആ ഗ്ലാസിൻ്റെ അടിത്തട്ടിലേക്ക് അത് പോകും, അതവിടെ സ്റ്റോറായി നിൽക്കും. എന്നതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഭയം, ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഭയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ആ ഭയം നമ്മുടെ ഈ മനസ്സാകുന്ന അവബോധ മനസ്സിലേക്ക്, ബോധമനസ്സിൽ നിന്ന് കിട്ടുന്ന ബോധമനസ്സിലൂടെ നേരെ അവബോധ മനസ്സിലേക്ക് അത് സ്റ്റോർ ചെയ്യുകയാണ്. ആ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലുതായി വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും അത് കാരണമായി വരുന്നുണ്ട്. ഈ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള നമുക്ക് അനുഭവങ്ങൾ, നമ്മൾ നേരിട്ട ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോ ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ ഗൗരവമോ എന്നും അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ട് ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ യാദൃശ്ചികമായി ഉണ്ടാകുന്നതാകാം. എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ഉള്ളിലേക്ക്, ഈ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ട, അവബോധ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ട നമ്മുടെ വിഷയങ്ങളാണ് നമുക്ക് പിന്നീട് അത് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമായി വരുന്നത്. ചിലർക്ക് സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വരും, ചിലർക്ക് മറ്റുള്ള ആളുകളുമായിട്ട് സഹകരിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനൊന്നും അവർക്ക് സാധിക്കരുത്. ഒരു അപകർഷതാബോധം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകൾ, പിന്നെ പല രൂപത്തിൽ, കാരണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ജോലിക്ക് പോകാനൊന്നും അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ ഒരു കാര്യങ്ങൾക്കും അവർ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാവില്ല. അവരെപ്പോഴും ഇങ്ങനെ ചടഞ്ഞുകൂടി വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നെഗറ്റീവായ ചിന്തകൾ കൊണ്ട് നിറച്ച് അവരുടെ മനസ്സ് വീണ്ടും വീണ്ടും ആ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ഈ അവബോധ മനസ്സിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. അതൊരു രോഗാവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ബോധ മനസ്സിൽ നിന്നും അവബോധ മനസ്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമുക്കറിയാം, നിരന്തരം നമ്മളൊരു കാര്യത്തെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ അവബോധ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. നമ്മൾ നിരന്തരം പോസിറ്റീവായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യും. നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ അവബോധ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. കാരണം ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാലോ, ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ
ആ ഒരു എക്സ്പീരിയൻസ് നിരന്തരം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ശീലിച്ചത് കൊണ്ടും നമ്മൾ ഒരാൾ നമ്മളെ മുന്നിലേക്ക് എടുത്ത് ചാടി അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ചിട്ടല്ല നമ്മൾ ബ്രേക്ക് വിട്ടുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ നിരന്തരം അത് പ്രവർത്തിച്ചത് കൊണ്ട് നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് അവബോധ മനസ്സിലേക്ക് അത് സ്റ്റോറായി. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ കാല് എന്ത് ചെയ്യുന്നത്, ബ്രേക്കിലേക്ക് പോകുന്നത്. ഇതുപോലെ നമ്മൾ ഏത് പ്രവർത്തനം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റെന്ത് ചിന്തയിലാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ അവബോധ മനസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രവർത്തിക്കാൻ പറ്റും. എത്രയോ നമ്മൾ മനഃപ്പാടമാക്കുന്ന ചില കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഖുർആൻ ഓതുന്നവരുണ്ട്, സൂറത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്ക് ഓതിപ്പോവാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മളെ അവബോധ മനസ്സിൽ അത് സ്റ്റോർ ആയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ എത്ര വലിയ സൂറത്താണെങ്കിലും നമുക്ക് കൃത്യമായി കാണാതെ നമ്മൾ പഠിച്ച് നിരന്തരം ഓതി ശീലിച്ച ആൾക്ക് അത് നിരന്തരം ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും. അത് അവരെ അവബോധ മനസ്സിൽ അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ മനസ്സാകുന്ന ഗ്ലാസ്സിലേക്ക് നമ്മൾ നെഗറ്റീവ് കൊണ്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് പരമായ ജീവിത ശൈലികളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. ഇനി അത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും എനർജി ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഈ മനസ്സിനെ, ഈ അവബോധ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് ആക്റ്റീവായി, ഇപ്പോൾ ഒരു മനസ്സിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ച് അതിന് ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഈ പോസിറ്റീവ് മനസ്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മൾ മനസ്സിനെ കുറിച്ചാണ്, മനസ്സിലേക്ക് സ്റ്റോർ ആകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായ ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് സ്റ്റോർ ആകുമ്പോഴാണ് നെഗറ്റീവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും എനർജി ആയിട്ടിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഈ നമ്മുടെ അവബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ശീലങ്ങളായാണ് വരുന്നത്. എപ്പോഴും അത് നമ്മുടെ ശീലങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിൽ സ്റ്റോറായ കാര്യം. ഇനി അത് ആ ശീലങ്ങൾ മാറ്റണമെങ്കിലോ അത് അതുപോലെ തന്നെ നിരന്തരം നമ്മൾ മറ്റൊന്നിനെ പ്രവർത്തിക്കുമ്പോഴാണ് ശീലങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കുക. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഇതുണ്ട്, ഇവിടെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ചിന്ത വരും. അപ്പം നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായ രൂപത്തിൽ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായ പരിശ്രമം എപ്പോഴും ആവശ്യമാണ്. ഇപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ, രാവിലെ എഴുന്നേൽക്കുന്നത് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് രാവിലെ എഴുന്നേൽക്കാം. അതുപോലെ കുറേശ്ശെ നമ്മൾ ചെയ്ത് ശീലിക്കുക. ഏതെങ്കിലും മറ്റുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, രാവിലെ സുബഹി നിസ്കരിക്കുക, 5 നേരം കൃത്യമായി നിസ്കരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു കൃത്യനിഷ്ഠതയോടുകൂടി നമ്മളത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ അത് ചെയ്ത് ശീലിക്കാവുന്നതാണ്. അങ്ങനെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ശീലങ്ങളും മാറ്റാനും പറ്റും. നിങ്ങളെ മനസ്സിൻ്റെ ഈ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിനെ നിറയ്ക്കാനും ഒരു നല്ലൊരു രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറി വരാൻ സാധിക്കും. അപ്പോൾ മനസ്സിനെ ശരിയാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയാൽ മാത്രമേ നമ്മളെ മനസ്സ് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, മൈൻഡ് സെറ്റിനെ കുറിച്ച് കൃത്യമായി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണം. അഭിപ്രായങ്ങൾ താഴെ നിങ്ങളെ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ആ വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.